അടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഇബ്ലീസ് അവരെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞു, പടച്ചോനാണ് ഞങ്ങളുടെ പടച്ചോൻ CM മടവൂരാണ് എന്ന്. മാത്രമല്ല അത് പറയുന്നതിന്റെ ഇടക്ക് ഹൂ അല്ലാ മടവൂർ എന്നിങ്ങനെ പറയുന്നു. ഒക്കെ അള്ളയാണ് മടവൂർ. സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇത് ഇത്രത്തോളമൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർക്ക് തന്നെയും ഹാലിളക്കം തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകൾ വ്യാജ തരീക്കത്തുകാരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന് വരെ ഒരു സഖാഫി തട്ടിവിട്ട് കഴിഞ്ഞു. നാം ആലോചിക്കണം, ഈ സമസ്തയുടെ ഒരു ഗ്രൂപ്പുകൾക്കും ഈ ആശയത്തിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അവരുടെ പഴയകാല ഗ്രന്ഥങ്ങളിൽ, അവരുടെ സൂഫികളെന്ന് പറയുന്നവരുടെ അറബിയിലുള്ള ഗ്രന്ഥങ്ങളിലും ആ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് അടുത്ത കാലത്ത് മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുള്ള പരിഭാഷകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അദ്വൈതവാദത്തിന്റെ, അതേപോലെ തന്നെ ലയനവാദത്തിന്റെ, എല്ലാ അർത്ഥത്തിലുമുള്ള പിഴച്ച വാദത്തിന്റെ ഒരു പുനരാവിഷ്കരണം ഈ പദ്യത്തിലൂടെ ഈ ആളുകൾ തുറന്നു പറഞ്ഞു എന്നേയുള്ളൂ. ഇത് ഇവരുടെ വാദം തന്നെയാണ്. അവരുടേതായ നേതാക്കന്മാർ പണ്ട് ഇബ്നു അറബി, അയാളുടെ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം എന്ന പേരിലുള്ള മലയാളത്തിൽ മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട് ഇബ്നു അറബിയുടെ ആ തഫ്സീർ. അതേപോലെ തന്നെ അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം അബ്ദുൽ കരീമുൽ ജിയലി എന്ന പേരിലുള്ള ഒരു സൂഫിയുടേതാണത്. അതിലൊക്കെ ഈ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളെക്കാൾ അപകടകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു മുസ്ലിയാര്, AP വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാര് നടത്തിയ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് നമ്മളൊന്ന് കേൾക്കുന്നത് നന്നാവും. എന്താണ് ആ പാട്ടിനെ കുറിച്ച് AP വിഭാഗത്തിലെ ആ വ്യക്തി നടത്തിയിട്ടുള്ള കമന്റ്? അയാള് പറയാണ്, ഈ ഗാനം രചിച്ചിട്ടുള്ളത് ആരാണ്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അയാളുടെ ഒരു ഊഹം പറയാണ്. അയാൾ FB-യിൽ പോസ്റ്റിയ പോസ്റ്റിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം: ശൈഖുന CM മടവൂരിനെ കുറിച്ച് ഒന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, പടച്ചോനാണെന്ന്. അവസാനം അതും പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരു വാദം മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കില്ലെന്ന് ഇസ്ലാമിനെ കേൾക്കുക മാത്രം ചെയ്ത അമുസ്ലിങ്ങൾക്ക് പോലും അറിയാം. ഇതാണ് ഇയാളുടെ FB പോസ്റ്റിന്റെ ആദ്യ ഭാഗം. തുടർന്നുകൊണ്ട് അയാൾ പറയാണ്, സുന്നികളെ കുതിര കയറാൻ വേണ്ടി അത് വഹാബികൾ തന്നെ ഉണ്ടാക്കിയതാണോ? കേട്ടോ, അയാൾ പറയുന്നത് വഹാബികൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ആർക്ക്? ഈ മൗലവിമാർക്ക്. എന്തിന്? സുന്നികളെ കുതിര കയറാൻ. അതല്ല, മൂച്ചിപ്പിരാന്തന്മാരായ വ്യാജ തരീക്കത്തുകാരും ഹാലുമാറി പാടിയതാണോ എന്നറിയില്ല. ഇനി നോക്കൂ നിങ്ങൾ, കുതുബ് അള്ളാഹുവിന്റെ ഗൈർ അല്ല എന്നത് വിശ്വാസമായി അവതരിപ്പിക്കുന്നവരും മാസിവൽ ബാരിയുടെ നിയന്ത്രണം മൊത്തം CM-ഓർക്കാണെന്ന് വരുത്തി തീർക്കുന്നവരും അമ്പിയാക്കളെല്ലാം വിറച്ചു നിൽക്കുന്ന നേരത്ത് അന്ത്യനാളിൽ ഹിമ്മത്ത് കാട്ടുന്നയാൾ മടവൂരാണെന്ന് വാദിക്കുന്നവരും ഈ ജാതിയും അതിനപ്പുറവും പറയുകയില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്താ സഹോദരങ്ങളെ ഈ ഫൈസൽ ഹസനി എന്ന് പറയുന്ന വ്യക്തിയുടെ FB പോസ്റ്റിലുള്ളത്? അയാൾ ഒന്നാമതായി പറയുന്നത് മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും ഇത് പറയൂലെന്നാണ്. അത് ഞങ്ങളാണ് പറയേണ്ടത്. മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും ഈ പടച്ചോൻ CM ആണ്, പടച്ചോൻ എന്ന് പറയൂല. അത് പക്ഷേ നിങ്ങൾക്ക് പറയാൻ അർഹതയില്ല. കാരണം നിങ്ങളടക്കമുള്ള സമസ്തക്കാരായ ആളുകൾ ഈ പറയുന്ന മാപ്പിള ജാതിയിൽ നിന്ന് ഇതോടുകൂടെ പുറത്തു പോയിരിക്കുന്നു. പിന്നെ നിങ്ങൾ കൈ കഴുകാൻ ശ്രമിക്കുകയാണ് അടുത്ത ഖണ്ഡികയിലൂടെ. എന്താ പറയുന്നത്? സുന്നികളെ കുതിര കയറാൻ വേണ്ടി മുജാഹിദുകള് പറയിപ്പിച്ചതാണ് ഒരു കളവ്. ആരും അത് വിശ്വസിക്കില്ല മുസ്ലിയാക്കന്മാരെ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് എന്താണ്? മൂച്ചിപ്പിരാന്തന്മാരായ വ്യാജ തരീക്കത്തുകാര് ഹാല് മാറി പാടിയതാണോ? അതാണ് കറക്റ്റ്. മൂച്ചിപ്പിരാന്തന്മാരായ തരീക്കത്തുകാര്, ആ തരീക്കത്തുകാരിൽ നിങ്ങളും പെടും. നിങ്ങളടക്കമുള്ള ഈ സൂഫികളുടേതായ മൂച്ചിപ്പിരാന്തന്മാർ അവര് ഹാല് മാറി പാടിയത് തന്നെയാണിത്. കാരണം നിങ്ങളുടെ വാദം എന്താണ്? ഇവിടെ അള്ളാഹുവാണുള്ളത്, ലോകത്ത് കാണുന്നതൊക്കെ അള്ളയാണ്, എല്ലാം അള്ളയാണ്, ഇവിടെ അള്ളയല്ലാത്ത മറ്റൊന്നില്ല.
അള്ളയും സൃഷ്ടിയും എന്ന വേർതിരിവില്ല. അതാണ് ഗൈരിയത്ത് നഷ്ടപ്പെടും എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അള്ള സൃഷ്ടി എന്ന വേറെ ഇല്ല, അതാണ് ഗൈറാവ് എന്ന് പറഞ്ഞാൽ ആ ഗൈരിയത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ ലോകത്ത് ആരെ ആരാധിച്ചാലും ഒക്കെ അള്ളാഹുവിനുള്ള ആരാധനയായിട്ടേ സംഭവിക്കൂ. കാരണം ആരാധ്യനും ആരാധിക്കുന്നവരും എന്താണ്? എല്ലാം അള്ളാഹുവാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളയല്ലാതെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്ന ആ വാദം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് സമസ്തക്കാരെ, അത് EK ഗ്രൂപ്പുകാരാണെങ്കിലും ജിഫിരി മുത്തുക്കോയയുടെ ഗ്രൂപ്പാണെങ്കിലും കാന്തപുരത്തിന്റെ ഗ്രൂപ്പാണെങ്കിലും പേരോടക്കമുള്ളവർ ആളുകളുടെ ഒക്കെയാണല്ലോ ആ ഗ്രൂപ്പ്, അവരാണെങ്കിലും ഇവർക്കാർക്കും ഈ പാട്ടിന്റെ ആശയത്തെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിങ്ങൾ എവിടേക്കായി ഒളിച്ചോടുന്നത്? മുസ്ലിയാക്കന്മാരെ, ഈ പാട്ടിൽ പറയുന്ന ആശയത്തിന് നിങ്ങളുടെ സൂഫികളുടെ കിതാബുകളിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് തകരാറുള്ളത്? എല്ലാം അള്ളയല്ലേ. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ CM മടവൂര് കാണും, കേൾക്കും പോലെ കേൾക്കും, അറിയും പോലെ അറിയും, പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും പോലെ സൃഷ്ടിക്കും എന്നും പറഞ്ഞാൽ എന്താ കുഴപ്പം?